സിജോ വർഗീസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സിജോ, വാർത്തയുടെ വിശദാംശങ്ങൾ. കേന്ദ്രവും സംസ്ഥാനവും തുല്യമായ വിവിധ പദ്ധതികൾ നടപ്പാക്കുന്ന പദ്ധതിയാണ് ജൽജീവൻ മിഷൻ പദ്ധതി. പക്ഷേ ഈ ഏപ്രിൽ 30 വരെയുള്ള കണക്കുകൾ ടെലിഫോൺ ക്ലിയർ അല്ലാത്തതുകൊണ്ട് അടുത്ത വാർത്തയിലേക്ക്. സിജോ, കേൾക്കാമോ? കേൾക്കാം. എങ്ങനെയാണ് ഈ കരാർ കുടിശ്ശികയുടെ കാര്യത്തിൽ മന്ത്രി എന്താണ് പ്രതികരിച്ചത്? ധന്യ, ഏപ്രിൽ 30 വരെയുള്ള കണക്കുകളാണ് നമ്മൾ പുറത്തുവിട്ടത്. അതായത് കരാറുകാരുടെ കുടിശ്ശിക 4874 കോടി കവിഞ്ഞു എന്നുള്ളതായിരുന്നു വിവരാവകാശ രേഖകൾ വഴി പുറത്തു വന്നത്. കേന്ദ്രവും സംസ്ഥാനവും തുല്യ വിഹിതം വകയിരുത്തി നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് ജൽജീവൻ മിഷൻ പദ്ധതി. എന്നാൽ യഥാസമയം ഈ തുക ലഭിക്കാത്തതോടുകൂടി കരാറുകാർക്ക് വലിയ രീതിയിലുള്ള കുടിശ്ശിക ഉണ്ടായി. 4874 കോടി രൂപയോളം കുടിശ്ശിക ഉണ്ടായി എന്നുള്ളതായിരുന്നു വാർത്ത. ഇക്കാര്യത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. വലിയ ഒരു സാമ്പത്തിക ഞെരുക്കത്തിനിടയിലാണ് ഈ പദ്ധതി നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ നടപ്പാക്കാനാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതിൻ്റെ 40,000 കോടിയിലധികം രൂപയുടെ പദ്ധതികളാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. ചെറിയൊരു പദ്ധതിയല്ല, വലിയൊരു പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ ഈ ബില്ലുകൾ ഒരുമിച്ച് വന്നു. അതാണ് വലിയൊരു രീതിയിലൊരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ജൂലൈ ഓഗസ്റ്റ് മാസത്തോടു കൂടി ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കാനാകുമെന്നൊരു പ്രതീക്ഷയാണ് മന്ത്രി പങ്കുവച്ചത്. എന്തായാലും ഇത്തരത്തിലൊരു ഈ കുടിശ്ശിക തുക അത് മുഴുവനായി തന്നെ നൽകാൻ സാധിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് മന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന തുകയ്ക്കൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും തുക അനുവദിക്കുന്നുണ്ട്. അത് തികയാതെ വന്നാൽ കൂടുതൽ തുക ആവശ്യമെങ്കിൽ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ള ഒരു ശ്രമവും സംസ്ഥാന സർക്കാർ നടത്തുന്നുണ്ട്. എന്തായാലും ഇതൊരു താൽക്കാലിക പ്രതിസന്ധിയാണ്. വലിയ രൂക്ഷമായ ഒരു പ്രതിസന്ധി എന്ന രീതിയിൽ ഇതിനെ കാണേണ്ട ആവശ്യമില്ല എന്നും മന്ത്രി കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ധന്യ. ശരി സിജോ.